DCB മീഡിയയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 30 അവസാനിക്കുകയാണ്. പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ VBG റാംജി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയിലും പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയൊരു മിഷന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ പുതിയ പദ്ധതി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. കേവലം തൊഴിൽ നൽകുക എന്നതിനപ്പുറം ഗ്രാമീണ ജനതയുടെ ജീവനോപാധികൾ മെച്ചപ്പെടുത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് വഹിക്കുക. 60:40 എന്ന തോതിലായിരിക്കും ഇതിന്റെ ഫണ്ട് വിനിയോഗം നടക്കുക. അതായത് പദ്ധതി ചിലവിന്റെ 60% തുക കേന്ദ്ര സർക്കാരും ബാക്കി 40% തുക അതത് സംസ്ഥാന സർക്കാരുകളുമായിരിക്കും അനുവദിക്കുക. മുൻപ് കേന്ദ്രം മാത്രമായിരുന്നു പദ്ധതിയുടെ ഫണ്ട് നൽകിയിരുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിലെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായി VBG റാംജിയിൽ ഉയരും. പരമ്പരാഗതമായി ചെയ്തുവരുന്ന മണ്ണുമാറ്റൽ, തണ്ണീർത്തട സംരക്ഷണം തുടങ്ങിയ ജോലികൾക്ക് പുറമെ ഗ്രാമീണ മേഖലയിൽ സ്ഥിര ആസ്തികൾ നിർമ്മിക്കുന്നതിനും ഉൽപാദനക്ഷമമായ മറ്റ് ജീവനോപാധി മാർഗങ്ങൾക്കും പുതിയ മിഷനിൽ വലിയ പ്രാധാന്യം നൽകും. കാർഷിക അനുബന്ധ മേഖലകൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായി തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വിതരണം കൂടുതൽ സുതാര്യവും വേഗതയേറിയതുമാക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ പുതിയ പദ്ധതിയിൽ കർശനമാക്കും. ആധാരാധിഷ്ഠിത പണമിടപാടുകളും കൃത്യമായ ഹാജർ രേഖപ്പെടുത്തലും വഴി അഴിമതികൾ തടയാനും അർഹരായ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വേതനം കൃത്യസമയത്ത് എത്തിക്കാനും പുതിയ വികസിത് ഭാരത് ഗ്യാരണ്ടി മിഷൻ ലക്ഷ്യമിടുന്നുണ്ട്. കേരള സർക്കാർ 2026-27 ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതി തുടരുന്നതിനായി 1422 കോടിയോളം രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിനായി 30,000 കോടി രൂപയും പുതിയ പദ്ധതിയായ VBG റാംജിക്കായി 95,692 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പരിധിക്ക് മുകളിൽ വരുന്ന ചിലവുകൾ സംസ്ഥാനം വഹിക്കേണ്ടി വരും. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 2026-27 വർഷത്തെ ആദ്യ ഗഡുവായി കൂലി ഇനത്തിൽ 17,744 കോടിയോളം രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്ന പുതിയ മിഷനിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള തൊഴിൽ കാർഡ് പെട്ടെന്ന് റദ്ദാക്കുകയോ മാറ്റേണ്ടി വരികയോ ഇല്ല. നിലവിലെ കാർഡുകൾക്ക് പകരം പുതിയ മിഷന്റെ പേരുള്ള പുതിയ കാർഡുകൾ നൽകണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് വരികയുള്ളൂ. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡുള്ള തൊഴിലാളികൾ വീണ്ടും പുതുതായി അപേക്ഷ സമർപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുവരെ തൊഴിൽ കാർഡ് എടുക്കാത്ത പുതിയ ആളുകൾ മാത്രമേ ഇനി പുതുതായി അപേക്ഷിക്കേണ്ടതുള്ളൂ. നിലവിലെ തൊഴിലാളികൾക്ക് പുതിയ അപേക്ഷയുടെ ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും തൊഴിൽ കാർഡും ആധാറുമായി കൃത്യമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് മുൻപ് തന്നെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പുതിയ മിഷനിലേക്ക് മാറുമ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം പുതിയ മിഷനിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായും ആധാറുമായും നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കൂലി ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകും. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ ശൈലി പുതിയ മിഷനിലും തുടരും. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം അവരുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക തൊഴിൽ മേഖലകളും ഈ അജീവിക മിഷന്റെ ഭാഗമായി വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വരാൻ പോകുന്ന ഈ വൻ പരിഷ്കാരങ്ങളെക്കുറിച്ചും അതിന്റെ പുതിയ ചട്ടങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി ലഭ്യമാകുന്നതാണ്. തൊഴിലാളികൾ തങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കായി അതാത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായോ റൂറൽ ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥരുമായോ ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.